So, welcome to this seminar. Today, that block 4, socio-psychological thinkers. Block 4-le, നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 13, ഫ്രെഡറിക് ഹെർസ്ബർഗ്. അപ്പൊ നമ്മളെ ഓരോരോ ദിവസങ്ങളും നമ്മളെ വളരെ പ്രസിദ്ധരായ ലോകപ്രസിദ്ധമായ മാനേജ്മെന്റ് എക്സ്പേർട്സിന്റെ എന്താണ് എടുക്കുന്നത്. അവരുടെ ഏതെല്ലാം വിധത്തിലുള്ള കൃതികളാണ്, അതെങ്ങനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്ന പല രാഷ്ട്രങ്ങളും ഇൻക്ലൂഡിങ് ഇന്ത്യ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓരോരുത്തരും ഓരോ തത്വചിന്തകരാണ്. അവരുടെ അഭിപ്രായങ്ങൾ ഓരോന്ന് ചിലപ്പോൾ അതിൽ ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, ചിലത് മറ്റൊരു അംഗീകരിക്കില്ല. എങ്കിലും പൊതുവെ നല്ല നല്ല കാര്യങ്ങളാണ്. ലേബർ റിലേറ്റഡും വർക്കർ റിലേറ്റഡും വെൽഫെയർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഇവരൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇന്ന് നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് 13. ഞാൻ രണ്ട് യൂണിറ്റ് എടുക്കും, യൂണിറ്റ് 13ഉം 14. അപ്പോ യൂണിറ്റ് 13-ലെ ഫ്രെഡറിക് ഹെർസ്ബർഗ്, അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് എടുക്കുന്നത്. വളരെ ഫേമസ് ഫിഗർ ആണ് ഈ തിയറിയിലെ, മോട്ടിവേഷൻ തിയറിയിലെ കേട്ടോ. അപ്പൊ ഹെർസ്ബർഗിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിക്കൽ അക്കൗണ്ടിനെ പറ്റി സംസാരിക്കും. നേച്ചർ ഓഫ് മോട്ടിവേഷൻ തിയറീസിനെ പറ്റി അദ്ദേഹത്തിന്റെ, നമ്മൾ മാസ്ലോനെ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഇദ്ദേഹത്തിന്റെ തിയറി എന്താണ്, അതാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫേമസ് തിയറിയാണ് 2-factor തിയറി ഓഫ് ഹെർസ്ബർഗ്. അതെന്താണെന്ന് വിശദീകരിക്കും. അടുത്തത് കൺസെപ്റ്റ് ഓഫ് ജോബ് എൻറിച്ച്മെന്റ്, അതായത് സമ്പുഷ്ടീകരണം. അതായത് നമ്മുടെ ജോബ് ഏത് വിധത്തിൽ എൻറിച്ച് ചെയ്യുക, അതിൽ പുരോഗതി, അതിൽ അഭിവൃദ്ധി, മനസ്സിലായില്ലേ? അതായത് സമ്പുഷ്ടമാക്കുക, അതാണ് എൻറിച്ച്മെന്റ്. അപ്പൊ ഓരോ ജോബ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അത് ഏത് വിധത്തിൽ ആയാലാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നൗ എൻ എവാലുവേഷൻ ഓഫ് ഹെർസ്ബർഗ് തിയറി. ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ഹെർസ്ബർഗിന്റെ തിയറിക്ക് ശ്രദ്ധിക്കേണ്ട 2-factor തിയറിയാണ്. 2 കാര്യങ്ങളാണ്. ദ 2-factor തിയറി ഓഫ് ഹെർസ്ബർഗ്. എന്താണ് അദ്ദേഹം പറയുന്നത്? തിയറി ഓഫ് മോട്ടിവേഷൻ, ഹൈജീൻ ഓർ മെയിൻ. എന്താണ് ഹൈജീൻ എന്ന് പറയുന്നത്? അതായത് ശുചിത്വ പരിപാലനം. ഹൈജീൻ, ശുചിത്വ പരിപാലനം, അതാണ് മലയാളം വേർഡ്. ഓക്കെ, സോ ഇയാളുടെ തിയറി എന്താണെന്ന് പറഞ്ഞാൽ, the motivation of hygiene or maintenance factors and growth, അതാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത് എന്താ ഹൈജീൻ? നോക്കൂ, ഭക്ഷണം കഴിക്കുമ്പോൾ ഹൈജീൻ ആയിരിക്കണ്ടേ? പിന്നെ ഓഫീസിൽ പോകുന്ന സമയത്ത് നോക്കൂ, നമ്മുടെ ക്യാൻറ്റീൻ, അതിലത്തെ ഭക്ഷണം, അതേമാതിരി വളരെ ക്ലീൻ എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ്, നമ്മുടെ ടോയ്ലറ്റ്, യൂറിനൽസ്, ഇതെല്ലാം, റെസ്റ്റ് റൂം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇതൊക്കെ നമ്മുടെ ജോലിയെ ബാധിക്കും. ഇത് മോശം. ഇപ്പൊ ക്യാൻറ്റീനിൽ ഭക്ഷണം കിട്ടില്ല വിചാരിക്കുക, അവർ പട്ടിണി കിടന്നിട്ട് ചിലർ ഒന്നും കഴിക്കേണ്ട വരുന്നവരില്ലേ. അപ്പൊ അത് അപ്പൊ എൻവയോൺമെന്റ് ആണ് ഇവിടെ പറയുന്നത്, ഹൈജീൻ. ഓക്കെ, അതായത് നമുക്ക് ഏതെല്ലാം വിധത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് റൂമില് നോക്കൂ, ലൈറ്റ് ഒന്നും, അപ്പൊ അത് നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ വരും ചില സമയത്ത്. അപ്പൊ അത് നമ്മൾ വർക്കിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഓരോരോ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ടുവേർഡ് ജോബ് കണ്ടന്റ് ആൻഡ് എൻറിച്ച്മെന്റ് റിമെയിൻസ് ഓക്കെ ഇൻവാല്യുബിൾ ടിൽ ഡേറ്റ്. അപ്പൊ എൻറിച്ച്മെന്റ് ഓഫ് ജോബും ഇതേമാതിരിയുള്ള ഹൈജീനിക് മാറ്റേഴ്സും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഉദാഹരണം നമ്മൾ എടുക്കൂ, നമ്മുടെ ക്യാൻറ്റീനില് ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ 300-350 വർക്കർ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ വേണം, ഫാക്ടറി ആയിട്ട് പ്രകാരം. എന്തിനാത്? ശുദ്ധ നല്ല വെള്ളം, പ്യൂർ വാട്ടർ, അതേമാതിരി റീസണബിൾ റേറ്റിൽ ചായ, അതേമാതിരിയുള്ള ഭക്ഷണങ്ങള്, വളരെ പ്രോട്ടീൻ, വളരെ നല്ല, അതായത് ആരോഗ്യം സംരക്ഷിക്കുന്ന വിധത്തിൽ ഓരോരുത്തർക്കും. അതും വളരെ വെജിറ്റബിളും, ഇതെല്ലാം വളരെ ഹൈ ക്വാളിറ്റി വെജിറ്റബിൾ, കാരണം അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്താണ്. അപ്പൊ ഇതൊക്കെ വളരെ, നമുക്ക് അവിടെ ക്യാൻറ്റീനോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, റെസ്റ്റ് റൂമോ മറ്റേതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് മോട്ടിവേഷൻ ആണത്. അപ്പൊ എൻ എവാലുവേഷൻ ഓഫ് ഹെർസ്ബർഗ് തിയറി പറ്റിയിട്ട് പിന്നീട് എവാലുവേറ്റ് ചെയ്യും. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ. The major contributors of socio-psychological approach have been Abraham Maslow, അത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഡഗ്ലസ് മക്ഗ്രിഗർ, ക്രിസ് ആർഗിറസ് ആൻഡ് ഫ്രെഡറിക് ഹെർസ്ബർഗ്. അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള
these thinkers, okay, these thinkers have focused on the multi-dimensional, ഓരോരോ വിധത്തിലാണ് അവർ പറഞ്ഞേക്കണം. വളരെ പ്രയോജനകരമായ പല ആസ്പെക്റ്റും മോട്ടിവേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹെർസ്ബർഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രൊപ്പോണന്റ്, വക്താവ്, മലയാളത്തിലെ പ്രൊപ്പോണന്റ് ഓഫ് മോട്ടിവേഷൻ തിയറീസ്. അപ്പോ ഈ ഹെർസ്ബർഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഒരു വക്താവാണ് നമ്മുടെ മോട്ടിവേഷൻ തിയറിയുടെ. അദ്ദേഹം ഹി ബിൽറ്റ് അപ്പോൺ മാസ്ലോസ് ഹൈറാർക്കി പറഞ്ഞ അധികാര ശ്രേണി. ഇനി ഹൈറാർക്കി പറയുമ്പോ ഇനി ഞാൻ പറയില്ല, കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഹൈറാർക്കി പറഞ്ഞ അധികാര ശ്രേണി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വലിയ സീനിയർ ലെവലിൽ നിന്നും ജൂനിയർ ലെവലിൽ നിന്നും സീനിയർ ലെവലിൽ ഇങ്ങനെ പോകുന്നില്ല മേപ്പെട്ട്. അത് ഓഫ് നീഡ്സ് തിയറി, ആവശ്യം, ഓരോരുത്തർ മനുഷ്യന് ആവശ്യം ഒക്കെ എന്നല്ല ഞാൻ പറഞ്ഞതാണ് മാസ്ലോ തിയറിയില്. ടു കം അപ്പ് വിത്ത് ഹിസ് 2-factor തിയറി ഓഫ് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ. ഹൈജീൻ, യെസ്, ആൻഡ് മോട്ടിവേറ്റ്, ശുചിത്വ പരിപാലനം ആൻഡ് മോട്ടിവേറ്റീവ്. 2-factor തിയറി, രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നോ ഹെർസ്ബർഗ് കണ്ടക്ടഡ് ഇംപിരിക്കൽ, അനുഭവപരമായ, ഇംപിരിക്കൽ മലയാളം അനുഭവപരമായ സർവേ, പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള സർവേ ചെയ്ത് ഓരോ റിസർച്ച് ചെയ്തിട്ടുണ്ട്. റീച്ച് ദ കൺക്ലൂഷൻ, റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ എത്തി. ദാറ്റ് ഫാക്ട് പ്രൊപ്പല്ലിംഗ്, ചലിപ്പിക്കുക, പ്രൊപ്പല്ലിംഗ്, അതായത് ഇൻഡിവിജ്വൽസ് ടു വർക്ക്, ഒരു കമ്പനിയിൽ എങ്ങനെ പ്രവർത്തിക്കണം, ചലിപ്പിക്കണം. ഇൻ ആൻ ഓർഗനൈസേഷൻ ഹാവ് ടു ബി മോട്ടിവേറ്റിംഗ് enough for higher organizational output. അപ്പൊ അവര് സന്തോഷമായി, അവരുടെ എൻവയോൺമെന്റും ഇതെല്ലാം വളരെ നല്ലതാണ് എന്നെങ്കിലേ ഓർഗനൈസേഷണൽ പ്രോസ്പെരിറ്റി ഉണ്ടാവൂ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് യെസ്, ഫ്രെഡറിക് എ ബയോഗ്രാഫിക്കൽ അക്കൗണ്ട്. ആരാണ് ഉള്ളത്? ഫ്രെഡറിക് ഇർവിംഗ് ഹെർസ്ബർഗ്. ഫ്രെഡറിക് ഇർവിംഗ് ഹെർസ്ബർഗ് 1923 മുതൽ 2000 വരെയാണ് അയാൾ ജീവിച്ചിരുന്നത്. വാസ് ബോൺ ഇൻ മാസച്യൂസെറ്റ്സ്, അതായത് അമേരിക്കയിലാണത്. ആഫ്റ്റർ സെർവിങ് ഇൻ ദി ആർമി, ഓർമ്മിക്കണേ, ഈ രാജ്യങ്ങളിലൊക്കെ, ബ്രിട്ടനിലായിക്കോട്ടെ, വേറെ എവിടെയെങ്കിലൊക്കെ, നമ്മുടെ റഷ്യയിലായിക്കോട്ടെ, ആദ്യം ആർമിയിൽ സേവനം പലരും ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഓരോ രാജ്യങ്ങൾ, നമ്മുടെ യുക്രൈനിലൊക്കെ ജനങ്ങളോട്, ഓട്ടമി ആളുകളോടാണ് തോക്കെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അതേമാതിരി ആർമിയിലായിക്കോട്ടെ, നമ്മുടെ UK-യിലായിക്കോട്ടെ, നമ്മുടെ രാജകുമാരന്മാർ പോലും ഇതേമാതിരിയുള്ള ട്രെയിനിങ് അണ്ടർഗോ. അവിടുത്തെ രാജാവ് ഇതുണ്ടല്ലോ, പ്രിൻസ് ചാർലസ്, മറ്റേ ഇതേമാതിരിയുള്ള ഹാരിസ്, ഇവരൊക്കെ ഇല്ലേ, ഇതേമാതിരി ട്രെയിനിങ്ങിൽ അവർ പോകണം. നേവിയിലും മറ്റേതേമാതിരിയുള്ള ട്രെയിനിങ്, കാരണം എല്ലാവരും നിർബന്ധമാണ് ചില കാര്യങ്ങളിൽ. ഓക്കെ, അവിടെ സെർവിങ് ഇൻ ദ ആർമി. നമ്മൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, പിന്നെ NSS, അതേമാതിരി മറ്റുള്ള നല്ല ഇതിലൊക്കെ ചില കുട്ടികളുടെ ഇതിലൊക്കെ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ പങ്കെടുക്കില്ല. അതെന്താ വെച്ചാൽ കാലക്രമേണ നമ്മൾ കെട്ടിപ്പടുക്കണം രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ NCC ഇതൊക്കെ ഉണ്ടല്ലോ. ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ ഹി ജോയിൻഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ് ആസ് എ റിസർച്ച് ഡയറക്ടർ, അതും അമേരിക്കയില്. ഹി വെന്റ് ഓൺ ടു ബിക്കം, ഇതൊക്കെ സമ്മറിയാണ് ഞാൻ പറയുന്നത്, ബാക്കി നിങ്ങളെ ഓർമ്മിക്കണേ. 1 മണിക്കൂറിനുള്ളിലാണ് ഈ 2 യൂണിറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് പുസ്തകം വായിച്ചേ പറ്റൂ. ഇത് മാത്രം കേട്ടാൽ പോരാ, ഇത് സമ്മറിയാണ്. പുസ്തകം വായിച്ചാൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടും. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമിൽ മാക്സിമം കവർ ചെയ്യണം. പക്ഷേ അത് സഫീഷ്യന്റ് അല്ല. റീഡിങ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യണം. അത് വായനാശീലം അത്യാവശ്യമാണ്. എപ്പോഴും അത് സമയം കിട്ടുമ്പോൾ വായിക്കുക, നോളജ് വർദ്ധിപ്പിക്കുക. സോ ഹി വെന്റ് ഓൺ ടു ബിക്കം പ്രൊഫസർ, F1 അവിടെ, ഓഫ് സൈക്കോളജി അറ്റ് ദ ഈസ്റ്റ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി ഇൻ ക്ലെവിലാൻഡ് എന്ന സ്ഥലത്ത് അയാള് പ്രൊഫസറായിരുന്നു. ക്ലെവിലാൻഡ് ആൻഡ് പ്രൊഫസർ ഓഫ് മാനേജ്മെന്റ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഉത്ത യൂണിവേഴ്സിറ്റി പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പ്രൊഫസറായിരുന്നു. ഹെർസ്ബർഗ് എക്സ്പാൻഡഡ് ഹിസ് ഹൈജീൻ തിയറി ടു കം അപ്പ് വിത്ത് ഹിസ് വർക്ക് ഓൺ വർക്ക് ആൻഡ് ദ നേച്ചർ ഓഫ്, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അത് ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങള്. വർക്ക് ആൻഡ് ദ നേച്ചർ ഓഫ് മാൻ 1966 അയാളുടെ ഒരു തിയറി. വർക്ക് ആൻഡ് ദ നേച്ചർ ഓഫ് മാൻ 1966. ദ മാനേജീരിയൽ ചോയ്സ് 1982. ആൻഡ് ഹെർസ്ബർഗ് മോട്ടിവേഷൻ 1983. അദ്ദേഹം എഴുതിയ ചില ബുക്കുകളാണ്. അപ്പൊ ഹിസ് മേജർ
Contribution include his books such as The Motivation to Work 1959, which has many articles of which one more time. അതായത് എന്താ കാരണം അനവധി ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. സോ ഹൗ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് അതിനെ പറ്റിയിട്ട് അനവധി ബുക്കുകളും എഴുതിയിട്ടുണ്ട്. ഇനി ഹെർസ്ബർഗ് മോട്ടിവേഷൻ തിയറി ഈസ് കാൾഡ് ദ ടു ഫാക്ടർ കണ്ടന്റ് തിയറി, ടു നീഡ്സ് തിയറി. ഇതിനെ പല വിധത്തിലും പറയുന്നുണ്ട്. ടു ഫാക്ടേഴ്സ് കണ്ടന്റ് തിയറി, ടു നീഡ്സ് തിയറി എന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് കണ്ടന്റ് തിയറീസ്. കണ്ടന്റ് തിയറി എന്ന് പറയുമ്പോൾ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ശ്രേണി, അങ്ങോട്ട് ഹൈറാർക്കി, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞു. ബേസിക് എന്താണ് ആവശ്യം, അത് കഴിഞ്ഞിട്ട് എന്താ ആവശ്യം, അത് കഴിഞ്ഞിട്ട് എന്താ ആവശ്യം, അത് കഴിഞ്ഞിട്ട് എന്താ ആവശ്യം, അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാ കണ്ടന്റ് തിയറി എന്ന് പറഞ്ഞാൽ ഉള്ളടക്ക സിദ്ധാന്തം, മലയാളത്തില് ഉള്ളടക്കം, അതായത് സിദ്ധാന്തം, തിയറി. ഓക്കെ, നോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. അബ്രഹാം മാസ്ലോ കാറ്റഗറൈസ്ഡ് ദി നീഡ്സ് ഇൻടു നിലത്തേത് ഫിസിയോളജിക്കൽ, അതായത് വീട്, വായു, വെള്ളം, ഭക്ഷണം ഇല്ലേ, അത് ഷെൽട്ടർ അതൊക്കെ പറഞ്ഞില്ലേ. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ്, ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആൾറെഡി ഇന്നലെ 11ാമത്തെ യൂണിറ്റിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാസ്ലോന്റെ. 2 ടു ഫാക്ടർ തിയറി, ഹെർസ്ബർഗ് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി. ഹെർസ്ബർഗ് മോട്ടിവേഷൻ, ഒരു മിനിറ്റ്, ഹെർസ്ബർഗ് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി, അത് മാത്രം അവിടെ ഓർത്താൽ മതി, ബാക്കി നിങ്ങൾ ഓർക്കണ്ട. അവിടെ ആ പാരഗ്രാഫ് നിങ്ങൾ മറ്റേ സെന്റൻസ് ശ്രദ്ധിക്കണ്ട. ടു ഫാക്ടർ തിയറി, ഹെർസ്ബർഗ് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തേക്ക് പോകും. ERG തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ അൾഫെർഗർ ഇൻ ദിസ് മോട്ടിവേഷൻ. ആ കാരണം മുകളിലത്തെ ഒരു ലൈൻ റിപ്പീറ്റേഷൻ വരുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ലൈന് തിയറി എന്ന് പറയുന്നത് അത് ഇവിടെ വരും. ഓക്കെ, ERG തിയറി എന്താണ്? E stands for existence, R for relatedness, okay, and G for growth needs. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ പറയാനുള്ളത് എന്താ? റിലേറ്റഡ്നെസ്, ബന്ധം. ഓക്കെ, അപ്പോ ERG തിയറി പറഞ്ഞ അൾഫെർഗർ എന്ന് പറഞ്ഞ ആളാണ് ഈ തിയറി കണ്ടുപിടിച്ചത്. ഇൻ ദിസ് മോട്ടിവേഷൻ തിയറി E stands for നിലനിൽക്കുക, എക്സിസ്റ്റൻസ്, R റിലേറ്റഡ്നെസ്, ബന്ധം, ഓക്കെ, ആൻഡ് G ഫോർ ഗ്രോത്ത് നീഡ്സ്. ഓരോരുത്തർക്കും വളരണല്ലോ. അതായത് നമ്മളെ നോക്കൂ, ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആകുന്നു, അത് കഴിഞ്ഞിട്ട് സൂപ്പറിൻറ്റൻഡന്റ് ആകുന്നു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അസിസ്റ്റന്റ് ഓഫീസർ ആകുന്നു, അത് കഴിഞ്ഞിട്ട് ഓഫീസർ, അങ്ങനെ മാപ്പിട്ട് കൊണ്ടില്ലേ. ഇതെല്ലാം ഗ്രോത്ത് അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നീഡ് ഉണ്ട്. ഇപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 5 ലക്ഷത്തിൻ്റെതായിരിക്കും, അത് കഴിഞ്ഞിട്ട് 10 ലക്ഷം ആക്കും, പിന്നെ 20 ലക്ഷം. അപ്പൊ ഗ്രോത്ത് അല്ലത്, മേപ്പെട്ട് ഇങ്ങനെ പോലെ. കർവ് എപ്പോഴും മേപ്പെട്ടായിരിക്കണം, ആവരുത്. അതാണ് അത് നിങ്ങളുടെ ജീവിതത്തിലും അത് എപ്പോഴും അപ്വേർഡ് കർവായിരിക്കണം കേട്ടോ. വിദ്യാഭ്യാസത്തിൽ അപ്വേർഡ് കർവായിരിക്കണം. കാരണം നമ്മളെ ഓരോ നീഡ് പണ്ടത്തെ കാലത്തല്ല, നമ്മുടെ ഓരോരോ നോക്കുള്ളൂ. ഒരു ഉദാഹരണം, നിങ്ങൾ എത്രയോ ക്വാളിഫിക്കേഷൻ എടുത്താലും ചില സമയത്ത് നമുക്ക് അതാത് സമയത്ത് ചിലപ്പോൾ ജോലി കിട്ടുന്നില്ല. പക്ഷെ ചിലവർക്ക് പെട്ടെന്ന് കിട്ടും. അതൊക്കെ ഓരോരോ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയാണ് പല കാര്യങ്ങളിലും. പക്ഷേ ഇവിടെ വേണ്ടതെന്താണെന്നറിയോ? ഇവിടെ ഞാൻ ഇതിലില്ലാത്തൊരു കാര്യം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ എന്ത് പഠിച്ചാലും അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. എന്തിനു വേണ്ടി പഠിക്കണമെന്നോ എന്ന് നിങ്ങൾ ആലോചിക്കരുത്. അത് ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപയോഗം ഉണ്ടാവില്ല, പക്ഷെ അത് നാളെ നിങ്ങൾക്ക് ഉപയോഗമായിട്ട് പരിണമിക്കും. ഇത് പഠിച്ചിട്ട് എന്താ കാര്യം, എന്താ ഇതുകൊണ്ട് പ്രയോജനം, ഇതുകൊണ്ടൊരു ജോലി കിട്ടുമോ എന്ന് വിചാരിച്ച് പഠിക്കരുത്. അപ്പൊ അത് ഓവർ അംബിഷൻ ആയിരിക്കും കേട്ടോ. പക്ഷെ പഠിച്ച് ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നാണ് പ്രയോജനം ചെയ്യുക, അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺട്രോളിലല്ല. ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. ഇതെന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ, ചില കുട്ടികൾ ഞാൻ അത് പഠിച്ചു, നീ എന്തിനാ ഇത് പഠിക്കുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. താൻ പാതി ദൈവം പാതി. അതായത് നിങ്ങൾ 50% ജോലി ചെയ്യുക, ബാക്കി ദൈവത്തിന് കൊടുക്കൂ. എന്താ കാരണം അറിയോ? ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എന്തുകൊണ്ടത് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം. മോട്ടിവേഷൻ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്തിനാ അത് പഠിക്കണം, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വിചാരിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ,
സപ്പോസ് ഞാൻ ഗ്രാജുവേഷൻ അയച്ച സമയത്ത് നോക്കിക്കോളൂ, ആലോചിച്ചോളൂ, ഞാൻ ചില ഗ്രാജുവേഷനായി, അസിസ്റ്റന്റ് ഓഫീസറായി, ഗസറ്റഡ് ഓഫീസറായി, അതുകൊണ്ട് സീനിയർ ഓഫീസർ ആകുമ്പോൾ വേറൊരു ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു, ഡെപ്യൂട്ടി മാനേജർ ആകുമ്പോൾ വേറൊരു ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു ഗവൺമെന്റിൽ. അത് കഴിഞ്ഞിട്ട് സീനിയർ ഓഫീസർക്ക് ഒരു ക്വാളിഫിക്കേഷൻ, ഡെപ്യൂട്ടി മാനേജർക്ക് വേറെ, അപ്പൊ അങ്ങനെ ക്വാളിഫിക്കേഷൻ പോയി. ഇനി നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ ഇവിടെ പറയാൻ പാടുന്ന പ്രത്യേകം ശ്രദ്ധിക്കൂ. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഞാൻ 1-2 എടുത്തു. ഇത് എന്തിനാ പറയണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടണം. നമ്മൾ പഠിക്കുന്നത് മോട്ടിവേഷൻ പറ്റിയിട്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഞാൻ എന്തായാലും ഇത് എതിരെ പഠിക്കില്ലെന്ന്. പക്ഷേ ഓർത്തോളൂ, ഞാൻ അങ്ങോട്ട് പഠിച്ചു, കാരണം എന്റെ ഫ്രണ്ട്സ് പഠിക്കും, ഞാനും പഠിച്ചു. അതില് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓഫ്കോഴ്സ് ത്രൂ ഔട്ട് ഇന്ത്യയിലെ 3rd എന്താണ്, എനിക്ക് എന്തോ ഗോൾഡ് മെഡൽ എന്താണ്, സംതിങ് 2nd എന്തൊക്കെ വന്നു എനിക്ക് ഒരു പോസ്റ്റ്. പക്ഷേ 2ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതിലും അതെ എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് എന്റെ അടുത്ത് വെച്ചു. ഞാൻ അതിന്റെ പ്രയോജനം ഒന്നും ഞാൻ നോക്കിയില്ല, അങ്ങനെ വേഗം ഒരു ഫയലിൽ കൊണ്ടിട്ടു. ഇനി ഓർത്തോളൂ, ഗവൺമെന്റില് ഞാൻ ഡെപ്യൂട്ടി മാനേജർ ആയിരിക്കും. നിങ്ങൾക്ക് എന്റെ ചരിത്രമല്ല പറയുന്നത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിന്റെ കാര്യ ഗൗരവം മനസ്സിലാക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ ഉണ്ടാവും, പക്ഷെ പ്രയോജനം ഉണ്ടെങ്കിൽ സ്വീകരിച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ഒരു വേക്കൻസി വന്നു. വേക്കൻസി വന്നപ്പോൾ അവിടെ വേണ്ട പ്രൊഫഷണൽ ഡിഗ്രി വേണം, പ്രൊഫഷണൽ ഡിഗ്രി. അപ്പൊ പ്രൊഫഷണൽ ഡിഗ്രി, അപ്പൊ എനിക്ക് ഇതൊക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അക്കാഡമിക് ആണ് ഡിഗ്രി. ഇത് പ്രൊഫഷണൽ ഡിഗ്രി വേണം പറഞ്ഞു. ഞാൻ വേഗം എന്നിട്ട് പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു. ശ്രദ്ധിച്ചോളൂ, അക്കാഡമിക് ഡിഗ്രി, മാസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, എല്ലാ ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവസാനം എന്ത് പറ്റി? ഈ എന്റെ ഒപ്പം 2 ഒരു വേക്കൻസി 2 പേര് പരീക്ഷിക്കുന്നതായിരുന്നു. കാര്യം മനസ്സിലായി, 2 പേര് പരീക്ഷിക്കുന്നതായിരുന്നു. അപ്പോ ഈ അവസാനം ഫൈനൽ ഇന്റർവ്യൂവിന് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. പേഴ്സണൽ ഇന്റർവ്യൂവിനും എല്ലാം കഴിഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. അയാളും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പക്ഷെ ഓൾ ഇന്ത്യ ബേസിസിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോ ഓർമ്മിച്ചോളൂ, എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അപ്പൊ ഉച്ചയ്ക്ക് ശേഷം പേഴ്സണൽ ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നു. എനിക്കും ഒരേ ക്വാളിഫിക്കേഷൻ, അവനൊരു ഏകദേശം ഒരു വിധത്തിലുള്ള നല്ല ക്വാളിഫിക്കേഷൻ ആയിരുന്നു. പക്ഷെ അവര് എന്നെ സെലക്ട് ചെയ്ത്. എനിക്കറിയില്ല എന്നെ എന്തിനാ സെലക്ട് ചെയ്തതെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ അവനേക്കാൾ എന്താ എനിക്ക് മീതെന്ന് ഞാൻ ഓർത്തില്ല. ശ്രദ്ധിച്ചോളൂ, ഇവിടെയാണ് ഇമ്പോർട്ടന്റ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താണ് സാറേ, അവനും എനിക്കും ഒരു വിധത്തിലല്ലേ, ഇതെന്താ എനിക്ക് തരാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരും എന്റെ സുഹൃത്തുക്കളാണ്, അവർക്കും കിട്ടണം. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് മുൻഗണന കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോ ഡയറക്ടർ പറഞ്ഞു, അതായത് ആനയുടെ വലുപ്പം അറിയില്ലെന്ന്. അതായത് ലഞ്ച് ടൈമിൽ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കൂ, ഈ സർട്ടിഫിക്കറ്റ് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് സർട്ടിഫിക്കറ്റ്? എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇതൊന്ന് സാധാരണ വെച്ചിട്ട് ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് എന്നോട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ലഞ്ച് ടൈമിൽ ക്വാർട്ടേഴ്സിൽ പോയിട്ട് അത് വായിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ്. ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ അതിൽ ഷോക്കായത്. എന്താ കാരണം വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിലെ ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, വൈസ് ചാൻസലർ എന്നൊക്കെ വെച്ചിട്ട് അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിരുന്നു. പക്ഷെ അതിന്റെ ലാസ്റ്റിൽ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, those who are holding this certificate is eligible to occupy the highest position either in the state government or in the central government, while Government of India, Ministry of Higher Education, Gazette notification number so and so dated so and so, and Ministry of Labor, Gazette notification number so and so dated so and so. And this postgraduate diploma was approved by the central government. അപ്പൊ ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കാരണം എന്ന് പറഞ്ഞു പോരെ. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആവശ്യമില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെ ആവശ്യമായി വന്നു. കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് തിങ്ക് ട്വൈസ്.
നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിച്ചാൽ പഠിക്കൂ. അതിന്റെ ഫലം നിങ്ങൾ നോക്കണ്ട. അത് ഫലം ഇന്നില്ലെങ്കിൽ നാളെ വരും. ഇല്ലെങ്കിൽ എന്താ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ. പക്ഷെ കിട്ടുമ്പോൾ ഇതില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് സ്ഥിതി? സപ്പോസ് ഒരു വേക്കൻസി വരുമ്പോ നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കിട്ടില്ല. സോ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കണം, നിങ്ങൾക്ക് വേണ്ടി സാഹചര്യം കാത്തിരിക്കില്ല. ഓർക്കുക. നോ 3 നീഡ്സ് തിയറി ഓഫ് ലേൺഡ് നീഡ്സ് തിയറി. നോ അച്ചീവ്മെന്റ്. ഇവിടെ എന്താ പറയുന്ന അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് നീഡ് ടു അക്കംപ്ലിഷ്. ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു സ്പേസിലേക്ക് നമ്മുടെ റോക്കറ്റ് പോകുന്നില്ലേ, അച്ചീവ്മെന്റ് ആണ്. അത് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റിയ സ്ട്രോങ് നീഡ് ടു അക്കംപ്ലിഷ് ഗോൾസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ഗോളാണ്, അത് അക്കംപ്ലിഷ് ചെയ്യണു. അത് അച്ചീവ് ചെയ്യാൻ വളരെ യാതനകൾ അനുഭവിക്കണം. ദെൻ അഫിലിയേഷൻ. ഓക്കെ, അഫിലിയേഷൻ എന്ന് പറഞ്ഞ ബന്ധം. ഡിസയർ ടു ബി ലൈക്ഡ് ആൻഡ് കൊളാബറേറ്റഡ് വിത്ത്. ഓക്കെ, സഹകരിക്കുക. എല്ലാം കൂടി സഹകരിച്ചല്ലേ. എങ്ങനെയാ നിങ്ങൾക്ക് അറിയാമോ ഈ സ്പേസ് പ്രോഗ്രാം? ആർക്കും അറിയില്ല. അതിന്റെ 1-2 ആൾക്ക് മാത്രമേ ഇതിന് മുഴുവൻ ഡീറ്റെയിൽ അറിയൂ. ചിലര് പാർട്ട് അസംബ്ലിയും, മറ്റൊരു വേറൊരു പാർട്ട് അസംബ്ലിയും, മറ്റൊരു വേറൊരു പാർട്ട് അസംബ്ലിയും. നിങ്ങൾക്ക് പറഞ്ഞ ജോബ് മാത്രം നിങ്ങൾ ചെയ്യൂ. അവസാനം ഒരു വേറൊരു ഇതിലാണ് this plus this plus this plus this plus this is equal to 1 rocket or space mission. അത് പ്രൊജക്ട് കോർഡിനേറ്റർക്കോ ഡയറക്ടർക്കോ അങ്ങനെ വിരളം ആളുകൾക്ക് മാത്രമേ അവസാനത്തെ ഇതിന്റെ അറിയൂ. അപ്പൊ ഇതിന്റെ കൊളാബറേഷൻ, കോപ്പറേഷൻ from each and everybody in an organization is essential. And power പറഞ്ഞ ഡിസയർ ടു കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ്. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് തിയറി പറഞ്ഞ എന്താണ്? ബലപ്പെടുത്തൽ. ദിസ് തിയറി വ്യൂസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. അതായത് ഓരോരുത്തരുടെ ബിഹേവിയറെ നിങ്ങളെ ബലപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ നിങ്ങൾക്ക് പവർ തരികയാണോ വിചാരിക്കുക? നിങ്ങളുടെ ബിഹേവിയർ മാറില്ലേ? ഹലോ, ഉദാഹരണത്തില് ഒരു മേജറുടെ ബിഹേവിയർ ആയിരിക്കുമോ ലെഫ്റ്റനന്റ് കേണല്? ലെഫ്റ്റനന്റ് കേണലിന്റെ ബിഹേവിയർ ആയിരിക്കുമോ കേണല്? കേണലിന്റെ ബിഹേവിയർ ആയിരിക്കുമോ ബ്രിഗേഡിയർ? ബിഹേവിയർ ആണോ മേജർ ജനറൽ? മേപ്പെട്ട പോലെ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ മാറില്ലേ? അതേമാതിരി തന്നെ നിങ്ങളൊരു കോർഡിനേറ്ററോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ, നിങ്ങളൊരു മാനേജറോ ജനറൽ മാനേജറോ ആകുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക് മാറും. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക്. കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. മനസ്സിലായില്ലേ? ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഇറ്റ് ബിലീവ് that any behavior that leads to positive effect is likely to be repeated or reinforced. ഇതാണ് ഇതിന്റെ തത്വം. ഓക്കെ, ഇനി അടുത്തത് യെസ് എക്സ്പെക്ടൻസ് തിയറി. പ്രതീക്ഷിത തിയറി. These theories focus on relationship between anticipated future reward. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് റിവാർഡ് പ്രതീക്ഷിക്കുന്നത്? ആൻഡ് പ്രസന്റ് ബിഹേവിയർ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്? വിക്ടർ റൂം തിയറി ഓഫ് മോട്ടിവേഷൻ ഈസ് കാൾഡ് ദ എക്സ്പെക്ടൻസൻ തിയറി. പ്രതീക്ഷിത. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് റിവാർഡ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെ മാറണം? മനസ്സിലായോ? നിങ്ങളുടെ ഒരു മിനിറ്റ്, നിങ്ങൾ എയർ ഹോസ്റ്റസ് ആവണം വിചാരിക്കുക. എന്താ അവിടെ വേണ്ടത്? പ്ലീസിങ് പേഴ്സണാലിറ്റി, ബ്യൂട്ടിഫുൾ കമ്മ്യൂണിക്കേഷൻ, and your uniform, everything, discipline, punctuality, regularity, language, പല ഭാഷകളും സംസാരിക്കാനുള്ള ഇത്. കാരണം പ്ലെയിനിൽ പലരുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ മാറും. ദെൻ ഈക്വിറ്റി തിയറി. ഓഹരി സിദ്ധാന്തം. തിയറി ഫോക്കസസ് ഓൺ ഡിസയർ ടു ബി ട്രീറ്റഡ് വിത്ത് ഈക്വിറ്റി. പറഞ്ഞ എന്താണ്? സമത. ആൻഡ് അവോയ്ഡ് പെർസീവ്ഡ് എന്ന് പറയുന്ന ഗ്രഹിക്കുക. ആൻഡ് ഇൻഇക്വിറ്റി പറഞ്ഞ അസമത്വം. മലയാളത്തില് ഈക്വിറ്റി ഈസ് എ പെർസെപ്ഷൻ. ഓക്കെ, അതായത് ഗ്രഹണാത്മകമായ പെർസെപ്ഷണൽ. ഓക്കെ, ബിലീവ് ദാറ്റ് വൺ ഈസ് ട്രീറ്റഡ് ഫെയർലി ഇൻ റിലേഷൻ ടു അതേഴ്സ്. ദി പോർട്ട് ലെവൽ മോഡൽ ഇതാണ് അടുത്തത്. ഇറ്റ് ഈസ് എൻ ഇന്റിഗ്രേറ്റഡ് തിയറി. ഓക്കെ, ദാറ്റ് ഡീൽ വിത്ത് വർക്ക് പ്ലേസ് മോട്ടിവേഷൻ. വർക്ക് പ്ലേസിൽ മോട്ടിവേഷൻ വേണം. ഓരോരുത്തരെ ഒരു ജോലി ചെയ്താൽ സബാഷ്, വെരി ഗുഡ് പറഞ്ഞിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ നല്ലത് ചെയ്യാൻ പിന്നെയും പ്രവർത്തിക്കുക. അപ്പൊ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്റെ ബോസ് ഞാൻ ജോലി ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്തു. അത് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലോ? ചിലവരുണ്ട്, ചില ഓഫീസേഴ്സ് നല്ലതാണെന്ന് വെച്ചാലും നല്ലത് പറയില്ല. അത് മോട്ടിവേഷൻ അല്ല. സോ സേസ് ദാറ്റ് പെർഫോമൻസ് ലീഡ്സ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ. തൃപ്തി. ഞാൻ ജോലി ചെയ്തത് എന്റെ ഓഫീസർ അപ്രീഷിയേറ്റ് ചെയ്തു,
അല്ലെങ്കിൽ തിരിച്ചമറിച്ചാവും. ഓക്കെ, അല്ലെങ്കിൽ പറയും എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, എന്റെ ഓഫീസറെ ഞാൻ എന്ത് ചെയ്താലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പിന്നെ ഇപ്പൊ എന്താ കാര്യം എന്നൊരു അത് ശരിയല്ല. അപ്പൊ ഇറ്റ് അസ്യൂം ദാറ്റ് ഇഫ് റിവാർഡ്സ് ആർ ആഡിക്വേറ്റ്, ജോലി ചെയ്തനുസരിച്ച് ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. ജോലി ചെയ്തനുസരിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇൻട്രിൻസിക്, അന്തർലീനമായ, ഇൻടാഞ്ചിബിൾ, നിർണയിക്കാനാവാത്ത, എക്സ്ട്രിൻസിക്, ബാഹ്യ, ടാഞ്ചിബിൾ, കാണാൻ പറ്റുന്ന. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രയോജനം ഉണ്ടാവും. സോ ദെൻ ഗോൾ സെറ്റിംഗ് തിയറി, മോട്ടിവേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ സെറ്റിംഗ് സ്പെസിഫിക് പെർഫോമൻസ് ഗോൾസ് ആൻഡ് സസ്റ്റൈനിങ് കമ്മിറ്റ്മെന്റ് ടു അച്ചീവ്. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ അധിഷ്ഠിതമായ എല്ലാ കാര്യങ്ങളും ഗോളും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കും ടു അച്ചീവ് ദ ഗോൾസ്. ഓക്കെ, അടുത്തത് ടു ഫാക്ടർ തിയറി ഓഫ് ഹെർസ്ബർഗ്. Herzberg assumed that motivation as a construct has two separate dimensions. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണ് അറിയോ? ഹെർസ്ബർഗ് പറയുന്നത് മോട്ടിവേഷൻ രണ്ട് വിധത്തില്, മോട്ടിവേഷൻ ഫാക്ടർ വിച്ച് അഫക്ട്സ് സാറ്റിസ്ഫാക്ഷൻ. ശ്രദ്ധിക്കണേ വളരെ, മോട്ടിവേഷൻ ചെയ്താല് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, ഒന്ന്. രണ്ട്, ഹൈജീൻ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു? നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കമ്പനിയില്, അതായത് അത് ശരിയല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അതായത് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് വൃത്തിയില്ല, നമുക്ക് ഇരിക്കുന്ന ഡസ്റ്റ്, അത് അപ്പൊ നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരില്ലേ? അതേമാതിരി പിന്നെ റെസ്റ്റ് കിട്ടുന്നില്ല, ഡിസാറ്റിസ്ഫാക്ഷൻ വരില്ലേ? അപ്പൊ അതാണ്, അത് മോട്ടിവേഷൻ അല്ല. അപ്പൊ ഇതാണ് രണ്ട് ഫാക്ടർ. ഇനി ഹൈജീൻ ഫാക്ടേഴ്സ് ആസ് പെർ ദ ഹെർസ്ബർഗ്, ഏറ്റവും പ്രയോജനകരമായി കമ്പനി നമ്മുടെ എംപ്ലോയീസിനെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈജീൻ, അതായത് നിങ്ങളുടെ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടായിരിക്കില്ല. ഒന്ന്, കമ്പനി പോളിസി നല്ലതാണെന്ന് വിചാരിക്കുക, അഡ്മിനിസ്ട്രേഷൻ നല്ലതാണെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ വിചാരിക്കുക എന്താണ്? ഹലോ, നല്ലതാണെങ്കിൽ എന്താണെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ എന്തായിരിക്കുക? അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ സംഭവിക്കില്ല, നെഗറ്റീവ് സംഭവിക്കുമല്ലോ. കമ്പനി പോളിസി നല്ലതല്ല, അഡ്മിനിസ്ട്രേഷൻ നല്ലതല്ല, സൂപ്പർവിഷൻ ഇല്ല, ഇന്റർപേഴ്സണൽ റിലേഷൻ ഇല്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കില്ല, 8 മണിക്കൂർ ജോലി ചെയ്യണം, അടുത്തുള്ള ആയിരിക്കുന്ന ആളോട് ജോലി ചെയ്യില്ല. അതേമാതിരി നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ കേൾക്കില്ല, മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾ കേൾക്കില്ല. എന്തായിരിക്കും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ? അപ്പൊ ഹൈജീൻ ഫാക്ടേഴ്സ് ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. സൂപ്പർവിഷൻ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരും. കമ്പനി പോളിസി നല്ലതല്ലെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് സാലറി പ്രോപ്പറായി കിട്ടില്ല, അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയ മാതിരി ആളുകൾ ചെയ്യും. സൂപ്പർവൈസർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം. പിയേഴ്സ്, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാര്, പിന്നെ നിങ്ങളുടെ സബോർഡിനേറ്റ് നല്ല വിദ്യാഭ്യാസ സമ്പന്നരായ കോഓപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കണം. പിന്നെ സാലറി പറയേണ്ട ആവശ്യമില്ലല്ലോ, അർഹിക്കുന്ന സാലറി. ഇവിടെ സാലറി പറ്റി പറയുമ്പോൾ ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് ഉണ്ട്, പെണ്ണിനും ആണിനും ഒരേ ശമ്പളം. രണ്ട്, പിന്നെ ജോലി അനുസരിച്ച് ശമ്പളം, ഓരോരോ പൊസിഷൻ കാറ്റഗറി അനുസരിച്ച് ശമ്പളം. ബാങ്കിലെ പ്രൊബേഷൻ ഓഫീസർക്കും ബാങ്കിലെ മാനേജർക്കും ഒരു ശമ്പളമാണോ? അല്ലല്ലോ, പൊസിഷൻ അനുസരിച്ചിട്ടല്ലേ. പിന്നെ നെക്സ്റ്റ്, അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി ആവും എന്നാണ് പറയുന്നത്. ജോബ് സെക്യൂരിറ്റി, നിങ്ങളെ കോൺട്രാക്ട് ബേസിസിൽ ഇന്ന് ജോലി ചെയ്തു, 4 ദിവസം പിന്നെ ജോലി ഇല്ല വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് അത് ജോബ് സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെന്റിൽ എന്താ എല്ലാവരും പോകുന്നത്? ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. പ്രൈവറ്റിലെ 4 ദിവസം ജോലിയും 10 ദിവസം ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് 4 ദിവസം കിട്ടും, അപ്പൊ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഹാപ്പി ആവും നിങ്ങൾ? ഇല്ല. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്, പേഴ്സണൽ ലൈഫും നിങ്ങളുടെ ജോലിയെ സാരമായി ബാധിക്കും. നിങ്ങളെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അസുഖം, ഭാര്യയ്ക്ക് അസുഖം, മക്കൾക്ക് അസുഖം, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായത്, ഫിസിക്കലായിട്ടുള്ള ചില വിഷമങ്ങൾ, ചിലപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടോ പേഴ്സണൽ, അതൊക്കെ ഡിസാറ്റിസ്ഫാക്ഷനിൽ വരും. പക്ഷെ ഇതില്ലെങ്കിലോ, പേഴ്സണൽ ലൈഫ് വളരെ നല്ലതാണ്, അതാണ് ഇതാണ്, അപ്പൊ അതിന് കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്നാണ്, വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അടുത്ത് വർക്കിംഗ് എൻവയോൺമെന്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്റ്റാറ്റസ്, പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ്, പിന്നെ നല്ല ഒരു പൊസിഷൻ ഉണ്ടായി, നിങ്ങൾ യു ആർ എ മാനേജർ, അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ആം എ മാനേജർ ഓഫ് എ കമ്പനി ഓർ ബാങ്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു സ്റ്റാറ്റസ് അല്ലേ. ഐ ആം എ അഡ്വക്കേറ്റ്, യുനോ,
സോ സ്റ്റാറ്റസ് അല്ലേ? ഓക്കെ, അപ്പൊ അതും കാര്യമായിട്ട് എടുക്കണം. പിന്നെ ദി മോട്ടിവേറ്റേഴ്സ് അക്കോർഡിംഗ് ടു ഹെർസ്ബർഗ് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചീവ്മെന്റ്. ഹെർസ്ബർഗിന്റെ എന്താണെന്ന് വെച്ചാൽ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ നേട്ടം എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റും കിട്ടും, ബോണസ്, അതേമാതിരി എഗ്രീഷ്യ പേയ്മെന്റ്, അഡ്വാൻസ്മെന്റ് പറഞ്ഞ ഉയർച്ച, പോസിബിലിറ്റി ഓഫ് ഗ്രോത്ത് പറഞ്ഞ സാധ്യത. ഓക്കെ, പിന്നെ നേച്ചർ ഓഫ് വർക്ക്, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യണത്, ഉത്തരവാദിത്തം നിങ്ങൾക്ക് എത്രയുണ്ട്, ഉത്തരവാദിത്തം. പക്ഷെ ജോലി വലുതാവുമ്പോൾ അത്രത്തോളം ഉത്തരവാദിത്തം കൂടും. അത് ഷോൾഡർ ചെയ്യാനുള്ള അനുകമ്പ നിങ്ങൾ പ്രകടിപ്പിക്കണം. ജോലി ഉത്തരവാദിത്തം തരുമ്പോൾ അയ്യോ അവിടുന്ന് ഒളിച്ചോടരുത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ. ഓക്കെ, ദെൻ കൺസെപ്റ്റ് ഓഫ് എൻറിച്ച്മെന്റ് അടുത്തത്. സോ ഹിയർ എന്താ പറയുന്നത് വെച്ചാൽ എൻറിച്ച്മെന്റ് ഈസ് എ മാനേജ്മെന്റ് കൺസെപ്റ്റ്. മാനേജ്മെന്റും കൂടി സഹായിക്കുന്നതിന് ദാറ്റ് ഇൻവോൾവ്സ് റീഡിസൈനിങ് ജോബ്സ് ആൻഡ് ഇൻ ഓർഡർ ടു, അതായത് ജോലി ഒന്ന് റീഡിസൈൻ ചെയ്യുക, അവനവന് പറ്റിയ ക്വാളിഫിക്കേഷൻ അനുസരിച്ച ജോലി സബോർഡിനേറ്റ്സിന് കൊടുക്കുക. ഓക്കെ, അവർക്ക് ചാലഞ്ചിങ് അസൈൻമെന്റ് കൊടുക്കുക, അതേമാതിരി റിപ്പീറ്റേറ്റീവ് ജോബ് കൊടുക്കാതിരിക്കുക. പിന്നെ മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി ജോബ് എൻറിച്ച്മെന്റ് അറ്റംപ്റ്റ്സ് ടു ഗിവ് എംപ്ലോയീസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി by increasing the range and complexity of tasks. പല ടാസ്ക് കൊടുക്കുക. അപ്പൊ അവരത് ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പുതിയത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, അവര് വളരും, അങ്ങനെ കമ്പനിയും വളരും. പിന്നെ ജോബ് എൻറിച്ച്മെന്റ് വുഡ് ഇൻവോൾവ് ദ സിസ്റ്റമാറ്റിക്കലി, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ജോബ് നമ്മൾ ഒരു പുതിയ ജോബ് കൊടുക്കും, അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. മനസ്സിലായില്ലേ? അതില്ലെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷൻ കൊണ്ട് ചില സമയത്ത് വലിയ ജോബ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള അനുസരിച്ച് മാനേജ്മെന്റ് ആയാലും ശരി, അവർക്ക് വലിയ നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമും റീഫ്രഷർ കോഴ്സും അങ്ങനെ ട്രെയിനിങ് എല്ലാം കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ഈസ് വെരി എസെൻഷ്യൽ. അപ്പൊ അതും നമ്മൾ നൽകേണ്ടി വരും. പിന്നെ എൻഹാൻസ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഫീലിംഗ്സ് ഓഫ് അച്ചീവ്മെന്റ്. പിന്നെ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഫീലിംഗ്, ഒരു ഹാപ്പി ആവുമല്ലോ ആളുകൾ. അതിനെ റെക്കഗ്നൈസ് ചെയ്താൽ കൂടുതൽ ഹാപ്പി ആവും. അവർക്ക് റിവാർഡ് കൊടുത്താൽ അവർ കൂടുതൽ ഹാപ്പി ആവും. റെക്കഗ്നിഷൻ ഈസ് വെരി എസെൻഷ്യൽ. റെക്കഗ്നിഷൻ കാരണം ചിലവർക്കുണ്ട് ലോങ് സർവീസ് അവാർഡ്, 10 കൊല്ലം കഴിഞ്ഞ അവാർഡ്, 15 കൊല്ലം കഴിഞ്ഞ അവാർഡ്, അല്ലെങ്കിൽ മൊമെന്റോ കൊടുക്കും, അല്ലെങ്കിൽ വല്ല ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ അതൊക്കെ റെക്കഗ്നിഷൻ ആണ് മെറിറ്റോറിയസ് സർവീസിന്. അടുത്ത പ്രൊവിഷൻ ഓഫ് എംപ്ലോയീസ് കരിയർ എൻഹാൻസ്മെന്റ്. ശ്രദ്ധിക്കുക, എംപ്ലോയീസിന്റെ കരിയർ എൻഹാൻസ്മെന്റിന് കമ്പനി കൂടി മാനേജ്മെന്റും കൂടി സഹായിക്കണം. അവർക്ക് പഠിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ പാർട്ട് ടൈമോ എന്തെങ്കിലുമൊക്കെ, എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് പഠിക്കല്ല, മറ്റുള്ള എഡ്യൂക്കേഷണൽ അലവൻസ് മറ്റുള്ളതിന്. അതേമാതിരി അവർക്ക് ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയ അവർക്ക് ചില ഇൻസെന്റീവ് കൊടുക്കുക, ഒരു ടോക്കൺ എമൗണ്ട് മാസത്തില് ശമ്പളത്തിനോടൊപ്പം. നേരെ മറിച്ച് എംടെക് ആണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും, MBA ആണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും. അപ്പൊ എന്തുണ്ട്, അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കൂടുതൽ നന്നായിട്ട് പഠിച്ച് അവർ വിദ്യാസമ്പന്നരായി കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കമ്പനി അതിന് കൊച്ചു അലവൻസും കൊടുക്കുക. അപ്പൊ അവരുടെ കരിയർ എൻഹാൻസ്മെന്റിന് നമ്മളെ പ്രചോദനം കൊടുക്കണം. കരിയർ പറഞ്ഞാൽ 4 കരിയറാണ് നമുക്ക്. ഒന്ന് എക്സ്പ്ലോറട്ടറി സ്റ്റേജ്, 28-29 വയസ്സ് വരെ. നിങ്ങൾക്ക് എന്ത് റിസ്ക് കൊടുക്കുക, ഏത് ജോലി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, ഒരു ജോബ് എന്ന് മറ്റേ ജോബ്. അതേമാതിരി എന്ത് വേണമെച്ചാലും നിങ്ങൾക്ക് പഠിക്കാം, റിസ്ക് എടുക്കാം. അതാണ് എക്സ്പ്ലോറട്ടറി സ്റ്റേജ്, 28-30 വയസ്സ് വരെ. 38-40 ഈസ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒരു ജോലി കണ്ടെത്തണം, സെക്യൂർഡ് ജോബ് കണ്ടെത്തണം. കാരണം മാരേജ് ചെയ്യും, മക്കളുണ്ടാവും, അവരുടെ മോണിറ്ററി ഒബ്ലിഗേഷൻസ് ഉണ്ട്, കുട്ടികളുടെ പഠന രീതി, വൈഫ്, അച്ഛൻ, അമ്മ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ഒരു ജോലി അത്യാവശ്യമാണ്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ഈ 40 മുതൽ 50 വയസ്സ് വരെ മെയിൻ്റനൻസ് ജോബ്, മെയിൻ്റനൻസ് സ്റ്റേജ്. അതായത് ഉള്ള ജോലിയും ഉണ്ട്, നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആ സമയത്ത് നിങ്ങൾ ജോലി മാറാതെ, കാരണം ഹെവി റെസ്പോൺസിബിലിറ്റി ആ സമയത്ത് ഉണ്ടാവും. ചിലപ്പോൾ അസുഖങ്ങൾ, ചിലപ്പോൾ കുട്ടികൾക്ക് ഹയർ ഇത് കൊടുക്കേണ്ടി വരും, വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ജോലി മാറാൻ പറ്റില്ല. ദാറ്റ് ഇസ് കാൾഡ് മെയിൻ്റനൻസ് സ്റ്റേജ്. യെസ്, 50 മുതൽ 60 വരെ ഡിക്ലൈൻ സ്റ്റേജ്. ആ സമയത്ത് നിങ്ങൾക്ക് ജോലി മാറിയിട്ട് വേറെ എവിടെയെങ്കിലും ചാടിപ്പോകാൻ പറ്റില്ല. കാരണം അത്ര എളുപ്പമല്ല. 50 വയസ്സായ വേറെ ഒരു ജോലി കിട്ടുക അത്ര എളുപ്പമല്ല. അപ്പൊ ഉള്ളത് കൊണ്ട് റിട്ടയർമെന്റ് ഏജ് വരെ ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ. 50 വയസ്സ് കഴിഞ്ഞാൽ ജോലി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് എൻഡ് ഓഫ് അവർ ലൈഫ് ഒന്നല്ല. 50, 60, 58 വയസ്സ് റിട്ടയർമെന്റ് ആയാലും അത് റിട്ടയർമെന്റ് ഏജ് ഒന്നല്ല. അപ്പൊ ഫോക്കസ് ഓൺ എംപ്ലോയി നോൺ പെർഫോമിംഗ് ഗ്രോത്ത് ആൾസോ.
അപ്പൊ ഈ ഓരോരുത്തരുടെ ഓരോരോ നോൺ പ്രൊമോഷൻ ഗ്രോത്ത്, ചില സമയത്ത് ചിലപ്പോൾ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. നോക്കൂ, ചില സമയത്ത് സിക്ക് യൂണിറ്റ് ഒക്കെ ഉണ്ടാവും ചില സമയത്ത്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം എന്താ പറയണ്ടേ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ ഇവിടെ പറയാനുള്ളത് എവാലുവേഷൻ ആണ്. എവാലുവേഷൻ ഹെസ്ബർഗ് തിയറി. Herbert theory is appreciated on the ground that it provides an insight into the attention to the job factors which are often overlooked. Yeah. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്താണെന്ന് അറിയോ? നമ്മുടെ ബ്ലൂ കോളർ വർക്കേഴ്സ് പറഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സ്, അവര് ചാലഞ്ചിങ് ജോബ് എടുക്കാൻ ചിലപ്പോൾ തയ്യാറില്ല. ലെസ് എഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ് അവര് അവർക്ക് അച്ചീവ്മെന്റ് വേണ്ട ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ചിലവരുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഉള്ളത് മതി കൊണ്ട് അങ്ങനെ ചിലവരുണ്ട്, വിദ്യാഭ്യാസം അധികം കൂടില്ലാത്തവര്. പിന്നെ ബേസിക് ഹൈജീൻ നീഡ്സ് ആൻഡ് all it takes to satisfy them. Hygiene factors are motivated to some. Hygiene factors എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നു ചിലർക്ക്. Herzberg give more than required emphasis on job enrichment. ഈ ഹെർസ്ബർഗ് ജോബ് എൻറിച്ച്മെന്റിനെ പറ്റി വളരെയധികം പറഞ്ഞിട്ടുണ്ട്. He did not attach much importance to. അദ്ദേഹം പറയുന്നത് സാലറിയും സ്റ്റാറ്റസും അല്ല പ്രധാനം, പക്ഷെ വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ആണ് പ്രാധാന്യം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രാധാന്യപ്പെട്ട which are generally held as great motivators. Herzberg also did not establish any contact between degree of satisfaction and level of product. ഇതൊരു ക്രിറ്റിസിസം ആണ് അദ്ദേഹത്തിന്റെ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അടുത്തത്, Herzberg suggested 7 principles: removing some control from retaining accountability, increasing accountability, ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിന്റെ അക്കൗണ്ടബിലിറ്റി ഫോർ ഓൺ വർക്ക്, ഓരോ ജോലി ചെയ്യുന്നത് അക്കൗണ്ടബിലിറ്റി, ഗിവിങ് ഒരു മനുഷ്യനെ കംപ്ലീറ്റ് നാച്ചുറലായിട്ട് യൂണിറ്റ് ഓഫ് വർക്ക്, ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുക, പ്രോപ്പറായിട്ട് ജോലി കൊടുക്കുക, അവർക്ക് വർക്ക് അലോക്കേഷൻ ചെയ്യുക, അവര് അക്കൗണ്ടബിൾ ആക്കുക, അഡീഷണൽ അതോറിറ്റി ടു എംപ്ലോയീസിന് കൊടുക്കുക, മേക്കിംഗ് പീരിയോഡിക് റിപ്പോർട്ട്, അവരെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം, എന്താണ് അവർ ചെയ്ത് മാസത്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ. പിന്നെ അതേമാതിരി അവർക്ക് എന്താണെന്ന് വെച്ചാൽ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കൊടുക്കുക, ഗൈഡൻസ് എല്ലാം കൊടുക്കുക, സൂപ്പർവൈസറുടെ കീഴിൽ ജോലി ചെയ്യാൻ അനുവദിക്കുക, ഗൈഡ് ചെയ്യുക. പിന്നെ പുതിയ ജോബ് അവർക്ക് അസൈൻ ചെയ്യുക, പണ്ടത്തെ ജോബ് അല്ലാത്ത റിപ്പീറ്റേഷൻ അല്ലാത്ത പുതിയ ജോബ് കൊടുക്കുക, അസൈനിങ് ഇൻഡിവിജ്വൽ സ്പെസിഫിക് ഓർ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് എനാബിളിംഗ് ടു ബിക്കം എക്സ്പെർട്ട്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് കൊടുത്തിട്ട് അവരെ വളർത്തിയെടുക്കുക. കൺക്ലൂഷൻ: ദി മോട്ടിവേഷൻ ഫോർ സോഷ്യോ സൈക്കോളജിക്കൽ തിയറീസ് ഡ്രോ ഓൺ ദോസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ ചിലപ്പോൾ മാറും. അങ്ങനെ മാറ്റിയെടുക്കണം. വിച്ച് എമിനേറ്റ് ഫ്രം പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സിനും ഇത് അത്യാവശ്യമാണ് സാറേ. ഓക്കെ, okay. Yes, these are not okay. Motivation. Okay. Yes. So motivation or socio-psychological theories draw on those psychological aspects of human behavior which emanate from personal, human needs. These are noteworthy in many ways. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസ്പൈറ്റ് ദ ക്രിറ്റിസിസം. പലയിടത്തും പല തരത്തിലുള്ള ക്രിറ്റിസിസം, അതും ഗവനിക്കേണ്ട. ഫ്രം വേരിയസ് കോട്ട് ക്രിറ്റിസിസം ഇപ്പോഴും ഉണ്ടാവും, അതിനെപ്പറ്റി പഠിക്കേണ്ട കേട്ടോ. ജോലി ചെയ്ത് എപ്പോഴും ഉണ്ടാവും പലതരത്തിലുള്ള ക്രിറ്റിസിസം. ദീസ് തിയറീസ് ഹാവ് വാല്യൂഡ് ഹ്യൂമൻ റിഫറൻസ് ആൻഡ് ഡിസൈഡ്സ്. ഓക്കെ, ഇതാണ് ഇതിലത്തേത്. അടുത്തത് യൂണിറ്റ് 14, ക്രിസ് അർഗിറസ്. ഓക്കെ, അർഗിറസ്. ഓക്കെ, ഇത് ക്രിസ് അർഗിറസ് എ പ്രൊഫൈൽ തിയറിറ്റിക്കൽ അണ്ടർസ്പിന്നിങ് പറഞ്ഞ അടിവരയിടുന്ന ഓഫ് ക്രിസ് അർഗിറസ് തിയറി. ആൾട്ടർനേറ്റീവ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, വേറെ പുതിയ ഒരു സ്ട്രക്ചർ, മറ്റുള്ള പുതിയ ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പിന്നെ ഓർഗനൈസേഷൻ ലേണിംഗ്, ക്രിട്ടിക്കൽ എവാലുവേഷൻ, അത് വിശദീകരിക്കാം. ഇൻട്രൊഡക്ഷൻ. ക്രിസ് അർഗിറസ് was an eminent social scientist who belonged to the social psychological schools of thought. Chinda, thought varna Chinda, and his contribution to it is extremely significant. He is the contender, Malsararthi,
of long-standing and most important traditional organization system that follows machinist, yandram, and technocratic principles, Sangedigama principles. Okay. Now, the problem, as identified by Argyris, is that the formal organization structure are not mature. Oral organization structure, ചില സമയത്ത് അത് ഒരു പ്രിലിമിനറി ആയിരിക്കും, അത് പെർമനന്റ് ആവില്ല. ഓക്കെ, മെച്ചുവർ ഇനഫ് ടു അപ്രീഷിയേറ്റ് ആൻഡ് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ. അതുകൊണ്ട് ചിലർക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല, കാരണം മേപ്പിട്ട് പോകാനോ പുരോഗതി ഒന്നും ഉണ്ടാവില്ല, ചില സമയത്ത് പ്രൊമോഷൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല. ദേ വിൽ നോട്ട് അപ്രീഷിയേറ്റ് and help an individual to achieve മറ്റുള്ളവർക്ക് ഓരോരോ എന്താ സൈക്കോളജിക്കൽ സക്സസിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടില്ല. ഇൻ ഹിസ് വ്യൂ ദിസ് വിൽ ലീഡ് ടു ഹ്യൂമൻ ഓക്കെ ആൻഡ് ഓർഗനൈസേഷൻ ഡീകേ. അപ്പൊ ഇത്തരത്തില് ചില ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് ബലക്ഷയം ഉണ്ടാവുക, അതായത് ആളുകൾ ഹാപ്പി ആവില്ല. Argyris, a profile. He was born and brought up in Newark, New Jersey, America. He did his PhD on organization behavior from Cornell University in 1951. PhD. In 1971 ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിരുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി. ഓക്കെ, ആസ് എ പ്രൊഫസർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ അണ്ടിൽ ഹിസ് റിട്ടയർമെന്റ്. അദ്ദേഹം 90-ാമത്തെ വയസ്സിൽ 2013 മരിച്ചത്. അപ്പൊ അമേരിക്കയിൽ ജനിച്ചു, PhD, അതേമാതിരി വളരെ പ്രസിദ്ധനായ ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകപ്രസിദ്ധമായ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പൊസിഷൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി. ആസ് എ പ്രൊഫസറായിട്ട് അയാൾ ഇത് ചെയ്തു, അയാൾ റിട്ടയർമെന്റ് വരെ. പിന്നെ തിയററ്റിക്കൽ അണ്ടർ സ്പിന്നിങ്, അടിവരി ഇടുന്നത്. ഓക്കെ ഓക്കെ ഓഫ് ക്രിസ് Argyris theory. Argyris and Sachon, രണ്ടുപേരാണ്, were of the strong belief that inter relationship prevails among organization structure and individual personality. It means they are mutually responsible for their development. Both organization and actions of individual, ഓരോ ഓർഗനൈസേഷനും ഇൻഡിവിജ്വലിന്റെയും ആക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പലതും പഠിക്കാനും പറ്റും. ഫ്രം വൺ അനദർ, ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാൻ പറ്റും. ഓരോരുത്തരുടെ എങ്ങനെയാണ് ഓരോരോ ആക്ഷൻസ്, അതനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ആൻഡ് ഫ്രം ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഏത് എൻവയോൺമെന്റിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെച്യൂരിറ്റി തിയറി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, ക്രിസ് അർഗ്രീസ് കമ്പയർഡ് ബ്യൂറോക്രാറ്റിക് പിരമിഡൽ വാല്യൂസ്, ദി പിരമിഡ് പറഞ്ഞ ഇങ്ങനെ, ഓക്കെ, ഓർഗനൈസേഷൻ കൗണ്ടർ പാർട്ട് ടു എക്സ് തിയറി അസംഷൻ. എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ബുക്കില്, അതൊന്ന് വായിക്കുക. അബൌട്ട് പീപ്പിൾ that will dominate many organizations with a more human, okay, approach. So immaturity എന്ന് പറഞ്ഞത് പക്വതയില്ലായ്മ, മെച്യൂരിറ്റി തിയറി. ഓക്കെ, മെച്യൂരിറ്റി തിയറി. പിന്നെ അടുത്തത് ഇമ്മെച്യൂരിറ്റി. പിന്നെ ഓട്ടോക്രാറ്റിക്, സ്വേച്ഛാധിപത്യം ആൻഡ് ഡയറക്റ്റീവ് ലീഡർഷിപ്പ്, ഡയറക്ഷൻ കൊടുത്തുള്ള ലീഡർഷിപ്പ്. ഓരോരുത്തർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന ലീഡർഷിപ്പ് ഇല്ലേ. ഓട്ടോക്രാറ്റിക് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആൾറെഡി പറഞ്ഞു. ഇംപ്രൂവിങ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നുള്ള കോമ്പിറ്റൻസ്, കഴിവാണല്ലോ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർപേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവനവൻ്റെതായ കഴിവും വേണം. പിന്നെ ആൾട്ടർനേറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ചില സമയത്ത് സ്ട്രക്ചർമാർ നോക്കിപ്പോ, ഒരു മിനിറ്റ്, എയർ ഇന്ത്യ, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് എയർ ഇന്ത്യ. പണ്ടത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണോ ഇനി? ഏതാനും 2 ആഴ്ച മുമ്പേ ആയിട്ട് അത് പ്രൈവറ്റ് ആയിട്ട് പരിണമിച്ചു. പണ്ട് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരുന്നു. ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് മറ്റേത് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ അങ്ങനെയല്ല, CEO, ഡീം, അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൈവറ്റിന്റെ. അപ്പൊ സ്ട്രക്ചർ മാറും. അപ്പൊ ആൾട്ടർനേറ്റീവ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം. പിന്നെ പിരമിഡൽ സ്ട്രക്ചർ, ഓരോരോ സ്ട്രക്ചർ പിരമിഡിന്റെ ആകൃതിയില്. മോഡിഫൈഡ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പാർട്ടിസിപ്പേറ്റീവ് സ്ട്രക്ചർ. ഇതൊന്നും ഞാൻ പറയാനില്ല. എന്താണ് മെട്രിക് ഓർഗനൈസേഷൻ? അടുത്തത് മെട്രിക് ഓർഗനൈസേഷൻ. മെട്രിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കോളൂ, മെട്രിക് മാനേജ്മെന്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇൻ വിച്ച് സം ഇൻഡിവിജ്വൽസ് റിപ്പോർട്ട് ടു മോർ ദാൻ വൺ സൂപ്പർവൈസർ. ചില സമയത്ത് അതെന്താ വെച്ചാൽ,
ഒരു വലിയ ഓർഗനൈസേഷൻ നോക്കൂ, ഉദാഹരണം ലാർസൺ ആൻഡ് ട്യൂബ്രോ ഒരു കമ്പനി എടുത്തോളൂ. അവരുടെ ഇതുണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ടാക്കുന്നുണ്ട്, റിയാക്ടർ ഉണ്ടാക്കുന്ന വേറൊരു ഇതുണ്ട്, അനവധി കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്, എയർപോർട്ട് ഉണ്ടാക്കുന്ന ഓരോ ഡിവിഷനാണ്, ഓരോരോ പ്രൊജക്ട് ഹെഡ്സ് ഉണ്ടാവും അവിടെ. അപ്പൊ മോർ ദാൻ സൂപ്പർവൈസേഴ്സ് കൂടുതലായിരിക്കും, എഞ്ചിനീയേഴ്സ് കൂടുതലായിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് റിലേഷൻഷിപ്പ് വളരെ, അതായത് വളരെ വളരെ കോംപ്ലക്സ് സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ ടേക്ക് എക്സാമ്പിൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, വലിയ ബിഗ് കമ്പനിയാണ്, അവർക്ക് ഓരോ സ്ഥലത്തും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട്. അപ്പൊ സ്ട്രക്ചർ വളരെ വലുതായിരിക്കും. അതാണ് ഇവിടെ മെട്രിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഓർഗനൈസേഷൻ ലേണിംഗ്. ഓർഗനൈസേഷൻ ലേണിംഗ് ഈ ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, റിറ്റൈനിങ് ആൻഡ് ട്രാൻസ്ഫറിങ് നോളജ് വിത്തിൻ ദ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ പലതും പഠിക്കാൻ പറ്റുമല്ലോ, ആ നോളജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഷെയറിംഗ് ഓഫ് ദ നോളജ്, ഷെയറിംഗ് ഓഫ് നോളജ് ഇസ് എ നോബിൾ കോസ്. സോ പഠിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി, മറ്റുള്ളവരെ വളരാൻ അനുവദിക്കും. നിങ്ങൾക്ക് നോളജ് ഉണ്ട്, മറ്റുള്ളവർക്കും അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് മാപ്പിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കൂ. സോ an organization is over time, as it gains experience from their ഓരോന്ന് പഠിക്കുന്നതിന്റെ അനുസരിച്ച് അവര് പലത് പുരോഗതി കൈവരിക്കുന്നു. It is able to create knowledge. This knowledge is broad, covering any topic that could better than, ഓരോ സമയത്ത് നമുക്ക് പുരോഗതി ചെയ്യുന്നു. ഇനി വേറൊന്ന് പറയാനുള്ളത്, Argyris has suggested 7 changes that may help the individual to move and witness growth from immature personality to mature personality. That is personality change. ഇതെന്താണ് അയാൾ 7 എണ്ണം പറക്കണം അറിയോ? Individual will move from a passive state as an infant state to വളർന്ന പൂർണ്ണമായ വേറൊരു ഇതിലേക്ക്. Individual would grow from being dependent to independent. ആദ്യം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആളുകൾ വരുന്നു, അല്ലെ? അങ്ങനെയാണല്ലോ ഓരോരുത്തർ. നമ്മൾ ആദ്യം ഡിപ്പെൻഡന്റ് ആയിരിക്കും, പിന്നെ വേറെ ഇൻഡിപെൻഡന്റ് ആവണോ, അല്ലേ? പിന്നെ individual will also to have a lots of different ways than a few ways. Okay, then നാലാമത്തെ, individuals interest would become deep and strong, whereas children they had shallow interest. ആഴം കുറഞ്ഞ ഇൻട്രസ്റ്റ്. അഞ്ചാമത്തെ, ഇൻഡിവിജ്വൽസ് ഹാവ് എ ബെറ്റർ ഗ്രാസ്പ്. ആളുകൾക്ക് അത് ബെറ്റർ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അറ്റ് ദ ലോങ് ടേം പെർസ്പെക്റ്റീവ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ മോർ ദാൻ ജസ്റ്റ് ദ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ്. ചെറിയ ഇതല്ലാണ്ട് വീക്ഷണം. ഓക്കെ, ഷോർട്ട് ടേം അവരുടെ ലോങ് ടേം വേണം, അതായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്താവണമെന്ന്. പിന്നെ individuals move from only being subordinate to equal or super subordinate position. ചിലവരെ അറിയാലോ, ചിലപ്പോൾ സബോർഡിനേറ്റ് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ എല്ലാം കിട്ടി, നിങ്ങൾ അതിന് മീതാവും അങ്ങനെ മേപ്പെട്ട് പോകും. പക്ഷെ നിങ്ങളെല്ലാം കൂടിയ റിലേഷനിലൂടെ സുപ്പീരിയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻ, സബോർഡിനേറ്റ് ആയിട്ട് നല്ല റിലേഷൻ വേണം. ഓക്കെ, അടുത്തത്, അഡൾട്ട്സ് ഹാവ് എ ഹയർ ലെവൽ ഓഫ് അവയർനെസ്. നമുക്ക് ഹയർ ലെവൽ ഓഫ് അവയർനെസ് നമുക്ക് ഉണ്ടാവും അഡൾട്ടിന്, ഏറ്റവും പ്രായപൂർത്തിയായ ആളുകൾക്ക്. അതേമാതിരി സെൽഫ് കൺട്രോള് സ്ട്രോങ് ആയിരിക്കും, അവയർനെസ് ഉണ്ടായിരിക്കും. അടുത്തത് പറയാനുള്ളത്, Argyris argued there are 3 conditions or requirements for the development of interpersonal competence. 3 കാര്യങ്ങള് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസിന് അത്യാവശ്യമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണത്? ഒന്ന്, സെൽഫ് ആക്സെപ്റ്റൻസ്. ദിസ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് ദ പേഴ്സൺ വാല്യൂസ് ഹിംസെൽഫ് ഇൻ എ പോസിറ്റീവ് ഫാഷൻ. നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ലിമിറ്റേഷൻ എന്താണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണ്ടേ. നിങ്ങൾ ആരാണ് നിങ്ങൾ അറിയണ്ടേ, എവിടെയാണ് നിങ്ങൾ നിൽക്കണമെന്ന് അറിയണ്ടേ. അത്. 2, കൺഫർമേഷൻ ബൈ. കൺഫർമേഷൻ Argyris means the reality testing of one's own self image. സ്വന്തം ഇമേജ് എന്താണെന്ന് കൂടി നോക്കണ്ടേ കമ്പനിയിൽ. അവനവനെ പറ്റിയുള്ള ഇമേജ് എന്താണ്, നമ്മൾ നല്ലതാണോ ചീത്തയാണോ അതൊക്കെ അറിയണ്ടേ. ചിലർ വളരെ നല്ലതായിരിക്കും, അയ്യോ ഈസ് എ ഗുഡ് എക്സലന്റ് പേഴ്സൺ, അയ്യോ ചിലർ പറയും, അയ്യോ ബി കെയർഫുൾ ദാറ്റ് ഫെലോ.
ഹീസ് വെരി ഡേഞ്ചറസ് മാൻ. ഇങ്ങനെയുള്ള ചിലരുണ്ട്. അപ്പൊ അത് ഓരോരോ സ്വഭാവമാണ്, ബിഹേവിയറിന്റെ ഓരോ അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അതാണ് കമ്പനിയിൽ ചിലപ്പോൾ മോശമായ സ്വഭാവം ഉണ്ടെങ്കിൽ ഡിസിപ്ലിനോട് കൂടി അത് വളർത്തിയെടുക്കണം. അതാണ് മാനേജറുടെ കഴിവ്. പിന്നെ മൂന്നാമത്തെ എസെൻഷ്യാലിറ്റി. This third condition for interpersonal competence is, defined by Argyris as one's opportunity to utilize the central ability and express his central need. ഓരോരുത്തർക്ക് ആവശ്യമുണ്ടല്ലോ, അവർക്ക് ഓരോരുത്തർ എബിലിറ്റിയും ഓരോരുത്തർ സെൻട്രൽ എബിലിറ്റി ഇതുണ്ട്, കൺട്രോളും ഒക്കെ നീഡ്സും ഒക്കെ ഉണ്ടല്ലോ. ഓരോരുത്തർക്ക് ഓരോരോ മെയിൻ ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ ചിലർക്ക്. അപ്പൊ അതെന്താണ് നോക്കുക. പിന്നെ ആറാമത്തെ പോയിന്റ്, അർഗ്രിസ് ഹാസ് സ്പെസിഫൈഡ് സെവറൽ കൈൻഡ്സ് ഓഫ് ബിഹേവിയർ. അദ്ദേഹം പല വിധത്തിലുള്ള ബിഹേവിയർ പിന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദീസ് 4 types of behavior are listed below. Owning up to or accepting responsibility for one's ideas and feeling. ഓരോരുത്തരുടെ ഉത്തരവാദിത്വം, ഓരോരുത്തരുടെ ഫീലിംഗും ഓരോരുത്തരുടെ ഐഡിയാസ്. അടുത്തത് ബീങ് ഓപ്പൺ ടു ideas and feelings of others and those from within oneself. പിന്നെ അത് കഴിഞ്ഞിട്ട് experimenting with new ideas and feelings and helping others to own up, to open to and to experiment with their ideas and feelings. ഇതാണ് ഇതില്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ എവാലുവേഷനെ പറ്റിയിട്ട് ഉണ്ട്. ഇനി ഇവിടെ പറയാനുള്ളത് ഓക്കെ, ആർഗ്രിസ് തിയറി. ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ വന്നു. മെട്രിക് അങ്ങോട്ട് പോവാം. മെട്രിക് ടി ഗ്രൂപ്പ് പറഞ്ഞാൽ ടി ഗ്രൂപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ്. Participants work together in a small group to 8 to 14 people. ഒരു ടി ഗ്രൂപ്പ് പറഞ്ഞാൽ ഒരു 8 മുതൽ 14 വരെ ഉള്ള ഒരാളുകളെ ഓവർ an extended period. Learning comes through analysis. ഇവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് ഓൺ എക്സ്പീരിയൻസ്. എന്താന്ന് വെച്ചാൽ വൺ അനദർ. നമ്മളൊരു ഗ്രൂപ്പിലാകുമ്പോൾ എന്തെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുന്നു. ഇൻഡിവിജ്വലുടെ ഫീലിംഗ്, അവരുടെ ഫീലിംഗ്, നമ്മുടെ ഫീലിംഗ്, അവരുടെ റിയാക്ഷൻ, നമ്മുടെ റിയാക്ഷൻ, അവരുടെ പെർസെപ്ഷൻ, നമ്മുടെ പെർസെപ്ഷൻ, ആൻഡ് അവരുടെ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ. അപ്പോ ഇവിടെ പറയുന്നത് ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ is a type of experience based learning. Participants work together in a small group of 8 to 14 people over an extended period. Learning comes through analysis of other own experience, including feelings, reactions, perception, ഓരോരുത്തരുടെ വീക്ഷണം ആൻഡ് ബിഹേവിയർ. ഇനി അടുത്തത് ടി ഗ്രൂപ്പ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഗ്രൂപ്പ് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പിനല്ലേ. അതേമാതിരി ഇപ്പൊ IT കമ്പനിയിലെ ഓരോരോ ഗ്രൂപ്പ് ലീഡേഴ്സ് ആണ് ഓരോരോ പ്രൊജക്ട് ചെയ്യുന്നത്. ഓർമ്മിക്കണം, ഈ ഗ്രൂപ്പ് ലീഡേഴ്സ് ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിന് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഗ്രൂപ്പിന് കിട്ടില്ല. കാരണം കോൺട്രിബ്യൂഷൻ ഡിഫറെന്റ് ആണ്. ഏത് ഗ്രൂപ്പാണ് നന്നായി വരുന്നത് അവർക്ക് കൂടുതൽ ഇൻസെന്റീവ് കിട്ടും ചിലപ്പോൾ. അപ്പൊ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ ആദ്യം പഠിക്കണം. എന്തായത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, യുവർ പേഴ്സണാലിറ്റി, യുവർ ബിഹേവിയർ, യുവർ ആറ്റിറ്റ്യൂഡ്. അതേ പ്രകാരം ഈ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കൂ, നമ്മുടെ ഗവൺമെന്റിൽ നോക്കൂ, എത്രയോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാം ഇതും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതൊക്കെ ഗ്രൂപ്പാണല്ലോ. ഇതെല്ലാം ഗ്രൂപ്പ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം കൂടി പ്രവർത്തിച്ചാലല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവൂ. അടുത്ത് നോക്കൂ, പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് നോക്കൂ. അതിന്റെ കീഴിൽ പഞ്ചായത്തിൽ എത്ര മെമ്പേഴ്സ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര? എങ്ങനെയാണെന്ന് വെച്ചാൽ 4 5 ഗ്രാമപഞ്ചായത്ത് കൂടിയതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. 4 5 6 ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പോ ഒരു സ്റ്റേറ്റിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ടോ അത്ര പഞ്ചായത്ത് ഉണ്ടാവും. അപ്പൊ ഇതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ ഇവരെല്ലാം കൂടി കൂടിയിട്ടല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. എങ്ങനെയാണ് ഇപ്പൊ അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, സ്റ്റേറ്റിലും അങ്ങനെ തന്നെ, സെൻട്രലിലും അങ്ങനെ തന്നെ. അതായത് 3 ടയർ ആണ്. ഒന്ന് സെൻട്രൽ,
ഒന്ന് സ്റ്റേറ്റ്, ഒന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ അതിൽ ഇതെല്ലാം ഗ്രൂപ്പാണല്ലോ. ഗ്രൂപ്പ് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവരൊക്കെ ഓരോരോ ഫംഗ്ഷൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പോലീസ് നോക്കൂ, അതിൽ ഫയർ ഫൈറ്റിംഗ് ഉണ്ട്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ക്രൈം ഉണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി കൂടിയതല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഓർഗനൈസേഷൻ ഫീലിംഗ്, ദ ക്രിട്ടിക്കൽ എവാലുവേഷൻ, അതിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ട് ഓരോ ക്രിട്ടിക്കൽ എവാലുവേഷൻ കേട്ടോ. പിന്നെ അടുത്തത് കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, Argyris theory drew a lot of platform to flat പരന്ന from different authors. Argyris theory അവിടെ വളരെ വളരെ ഡിഫറെന്റ്, അതേമാതിരി പല തിയറിയും ഇത് അബ്സോർവ് ചെയ്താണ്. They observed that individual personality differed from person to person and was not Argyris' major focus. Argyris advocated എന്ന് പറഞ്ഞാൽ വാദിക്കുക, ഓക്കെ, എ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക അപ്രോച്ച് ടു ഇന്റർവെൻഷൻ, ഇടപെടൽ ഇൻ ഓർഗനൈസേഷൻ. The aims were to improve the relationship, okay, between individual and organization and to increase the adaptability, പൊരുത്തപ്പെടൽ, and effectiveness, ഫലപ്രാപ്തി of organization. This unit brought to four theoretical, four പറഞ്ഞ മുന്നില്, തിയററ്റിക്കൽ ആണ്, THEO കേട്ടോ, തിയററ്റിക്കൽ. അണ്ടർപിന്നിങ് പറഞ്ഞാലോ അണ്ടർലൈൻ ചെയ്യുന്നത്, ഓർ ഓർഗനൈസേഷൻ ആൾട്ടർനേറ്റ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ, ആൾട്ടർനേറ്റ് സ്ട്രക്ചർ ഓർഗനൈസേഷന്റെ, ആസ് വെൽ ആസ് സിംഗിൾ ലൂപ്പ് ആൻഡ് കണ്ണി സിംഗിൾ ആയിട്ടുള്ള കണ്ണി, ഡബിൾ ആയിട്ടുള്ള ഇത് ഓർഗനൈസേഷൻ ലേണിംഗ്. ഓക്കെ, അപ്പൊ കൺക്ലൂഷന്റെ ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത്, യെസ്, എന്താണ് ഹ്യൂമനിസ്റ്റിക് ഓർഗനൈസേഷൻ? അതായത് ഹ്യൂമനിസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഫോക്കസസ് ഓൺ യൂസ് ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ടു ഗ്രോ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ്. ഇറ്റ് എംഫസൈസ് ഇൻ സെറ്റിംഗ് അപ്പ് ഓർഗനൈസേഷൻ ഗോൾസ് കീപ്പിംഗ് ഹ്യൂമനിസ്റ്റിക്, അതായത് വാല്യൂസ് ഇൻ മൈൻഡ്. അതായത് മനുഷ്യത്വപരമായുള്ള ഓർഗനൈസേഷൻ പറഞ്ഞ വെറും ബിസിനസ് മൈൻഡഡ് ആവരുത് എന്ന്. ദി സെൻട്രൽ ടെനറ്റ്സ് ആർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം, അതേമാതിരി നമ്മുടെ ടീം വർക്ക് ആയിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരിക്കണം, ഗോൾ എന്താണ് കമ്പനിയുടെ ഗോള് അത് അഡിയർ ചെയ്യണം, അതേമാതിരി അത് അച്ചീവ് ചെയ്യണം, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ്. ഇന്റർപേഴ്സണൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് an ability to interact with others in an organized setup. People who have interpersonal skill. എല്ലാവർക്കും ഉണ്ടാവില്ല ചില സമയത്ത് ഇന്റർപേഴ്സണൽ സ്കില്ല്. അത് ഇന്റർപേഴ്സണൽ സ്കില്ല് അത്യാവശ്യമാണ് കമ്പനിയിൽ. ഓക്കെ, ഹാവ് ഗ്രേറ്റർ സെൽഫ് അവയർനെസ് വിച്ച് ദേ യൂസ് ടു നർച്ചർ ബെനിഫിഷ്യൽ റിലേഷൻ, മനുഷ്യന് ഉപയോഗപ്രദമായ റിലേഷൻഷിപ്പ്. ഓക്കെ, ദ 3 C's. അതായത് എന്താണ് 3 C? ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ് ആർ കൺസിസ്റ്റൻസി, കൺഗ്രുവൻസ് ആൻഡ് കൊഹിറൻസ്. അതായത് 3 C എന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റൻസി, കൺഗ്രുവൻസ് ആൻഡ് കൊഹിറൻസ്, അതാണ് ഇത് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് ഈ the theory seeks to explain the relationship between human nature and behavior with an organization. ഹ്യൂമൻ നേച്ചറിനും ബിഹേവിയറിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ആസ് പെർ ദ തിയറി എ പേഴ്സൺസ് ഡെവലപ്മെന്റ്, ഓക്കെ, ഈസ് ഗേജ്ഡ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് immaturity to maturities, the scale. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ ഷുഡ് ബി ആക്റ്റീവ്. ഇൻഡിവിജ്വൽ വളരെ ആക്റ്റീവ് ആവണം. ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് ഡിപ്പെൻഡൻസി, ലീവ് ഡിപ്പെൻഡൻസി. ചില സമയത്ത് ഡിപ്പെൻഡന്റിൽ മാത്രം ജീവിക്കാൻ പഠിക്കരുത്, മനസ്സിലായേ? അത് പിന്നെ അഡൾട്ട് ഇൻഡിവിജ്വൽസ്
അത് കൂടുതൽ ഉത്തരവാദിത്വം എടുക്കാൻ പഠിക്കണം. Individuals behave in multiple ways. Okay. Then yes, modified formal organization structure is also very, very essential. This is the contents of this. Namaste.